അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കിറ്റ്കാറ്റ് മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കുക, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ കിറ്റ്കാറ്റ് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 5 കിറ്റ്കാറ്റ് എടുത്തിട്ട് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ബാറിൻ്റെ കിറ്റ്കാറ്റാണ് എടുത്തിട്ടുള്ളത്. 2 ബാർസ് ആയിട്ടുള്ള കിറ്റ്കാറ്റ് ഉണ്ടല്ലോ, അത് ഇതുപോലെ എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല തണുത്ത പാലെടുത്തിട്ടുണ്ട്. ഞാൻ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. 2 ഗ്ലാസ്സാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാരയുടെ അളവ് ഒരുപാടൊന്നും എടുക്കണ്ട, നമ്മൾ 2 ടേബിൾ സ്പൂൺ മതി. കാരണം കിറ്റ്കാറ്റ് അത്യാവശ്യം മധുരം ഉണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച കിറ്റ്കാറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് എടുത്തു വെച്ച് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതേപോലെ നമ്മുടെ നല്ല തണുത്ത പാലുണ്ട്, അതുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 2 ഗ്ലാസ്സിലേക്കുള്ള അളവിലാണ്. ഞാൻ പാല് നന്നായിട്ട് തണുപ്പിച്ച് ചെറുതായിട്ടൊന്ന് കട്ടിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് അടിച്ചെടുക്കാം. അങ്ങനെ ഇതിതാ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. നല്ല ഇങ്ങനെ ക്രീമി ആയിട്ട് തിക്കായിട്ടിരിക്കും നമ്മുടെ ഈ കിറ്റ്കാറ്റ് മിൽക്ക് ഷേക്ക്. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിറ്റ്കാറ്റ് മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കൊക്കോ പൗഡർ ഒന്ന് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു കിറ്റ്കാറ്റിൻ്റെ പീസ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ കിറ്റ്കാറ്റ് മിൽക്ക് ഷേക്ക് റെഡിയാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.